എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ. അപ്പോൾ ഈ കർക്കിടകത്തിൽ നമ്മൾക്ക് ദശപുഷ്പങ്ങളെ പരിചയപ്പെട്ടാലോ? കർക്കിടകത്തിലാണല്ലോ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മുടെ ശരീരം പുഷ്ടിപ്പെടുത്തുന്നതും അതുപോലെ ശരീരത്തിലെ ശോധന ചികിത്സകളും അതുപോലെ പോഷണ ചികിത്സകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും കേരളത്തിൽ കണ്ടുവരുന്ന ദശപുഷ്പങ്ങളാണ് ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ദശപുഷ്പങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് ഈ മുക്കുറ്റി. മുക്കുറ്റിയൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയതാണ് മുക്കുറ്റി. മുക്കുറ്റിയുടെ വേര് മുതൽ പൂ വരെ നമ്മൾക്ക് ഔഷധ ഭാഗങ്ങളായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ശരീരത്തിലെ ആയുർവേദ പ്രകാരമുള്ള ദോഷങ്ങളെ, വാതപിത്ത കഫ ദോഷങ്ങളെ സന്തുലിതമാക്കുന്നതിനും അതുപോലെ തന്നെ ത്വക്ക് രോഗങ്ങളെ തടയുന്നതിനുമൊക്കെ മുക്കൂറ്റി നമ്മൾക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ശരീരത്തിലെ രക്തശുദ്ധീകരണത്തിനും മുറിവുകളെ ഉണക്കുന്നതിനും അതുപോലെ തന്നെ പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതിനെല്ലാം തന്നെ നമ്മൾക്ക് മുക്കുറ്റി ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിഷത്തെ പുറന്തള്ളുന്നതിനും അതുപോലെ ആസ്മ പോലുള്ള അസുഖങ്ങളിലെല്ലാം തന്നെ പരമ്പരാഗതമായി തന്നെ മുക്കുറ്റി ഉപയോഗിച്ചു വരുന്നു. അതുപോലെ തന്നെ രക്ത അർശസിന് മുക്കുറ്റിയും താറാമുട്ടയും ചേർത്തിട്ടുള്ള ഒറ്റമൂലി വളരെ ഉപയോഗപ്രദമാണ്. അതുപോലെ തന്നെ അമിതമായിട്ടുണ്ടാകുന്ന രക്തസ്രാവത്തിനും അതുപോലെ തന്നെ വിഷജന്തുക്കൾ കടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് വിഷം പുറന്തള്ളുന്നതിനുമൊക്കെ നമ്മൾക്ക് മുക്കൂറ്റി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ കർക്കിടകത്തിൽ നിങ്ങളുടെ പരിസരത്തൊക്കെ മുക്കൂറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുക്കൂറ്റി നമ്മുടെ ഔഷധ കഞ്ഞികളിലോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു തോരനിലൊക്കെ നമ്മൾക്കിത് ഉപയോഗിച്ച് അകത്തേക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ കർക്കിടകത്തിൽ നമ്മൾ ആദ്യത്തെ ദശപുഷ്പത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇതാണ് മുക്കൂറ്റി. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ അടുത്ത സസ്യത്തെയും പരിചയപ്പെടുത്തുന്നതാണ്.